ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂമി പ്ലാറ്റ്ഫോം. നമ്മുടെ ബ്ലോക്ക് 5 നമുക്ക് യൂണിറ്റ് 3 നമുക്ക് അടുത്തൊരു തിങ്കറെയാണ് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള തിങ്കർ എന്ന് വെച്ചാൽ തോമസ് മാൽത്തൂസ് ആണ്. ആരാണ്? തോമസ് മാൽത്തൂസ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് നമ്മുടെ തോമസ് മാൽത്തൂസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു തിയറിയാണ്. നമ്മൾ നേരത്തെ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല അദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: പോപ്പുലേഷനും അതുപോലെ ഗ്രോത്തും തമ്മിലുള്ളൊരു എന്താ പറയുക, ഒരു റിലേഷൻ, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നോക്കാം. എ ക്ലാസിക്കൽ എക്കണോമിക്സ് നോൺ ആസ് ദ പെസിമിസ്റ്റിക് വ്യൂ ഓൺ ഡെവലപ്മെൻറ്റ്. ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. എന്താണ് ഈ പെസിമിസ്റ്റിക് വ്യൂവിൽ അദ്ദേഹം പറയുന്നത്? എന്താണ്? ഈ ഫോക്കസ് മെയിൻലി ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് എഫക്റ്റീവ് ഡിമാൻഡ്. ഈ പോപ്പുലേഷൻ ഗ്രോത്തും ഡിമാൻഡും തമ്മിൽ, അഥവാ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളെ എക്കണോമിയെ ബാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ജനറലായിട്ട് ചിന്തിച്ചാൽ കിട്ടാവുന്ന ചിലതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിക്കഴിഞ്ഞാൽ അത് എക്കണോമിയെ ചിലപ്പോൾ നല്ല രീതിയിലല്ല ബാധിക്കാം. സോ നോക്കൂ, ദ ഡിമാൻഡ് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ടു പേ. എന്ത് ചെയ്യും? ഡിമാൻഡ് എന്ത് ചെയ്യും? ഈ എബിലിറ്റി ടു പേ, നമ്മൾ കൂടുതൽ പേ ചെയ്യാനുള്ളത് കുറയ്ക്കും. അത് നമ്മളൊരു സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് പേര് പോപ്പുലേഷൻ പെട്ടെന്ന് കൂടിയാൽ അവർക്ക് എല്ലാവർക്കും പേ ചെയ്യാനുള്ള പവർ ആർക്കുണ്ടായിരുന്നില്ല? നമ്മുടെ ഇൻഡസ്ട്രിക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി പേ ചെയ്യാനുള്ള ഒരു പവർ ആർക്കുണ്ടാവില്ല? നമ്മൾ ഇൻഡസ്ട്രിക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തിയറി ഓരോന്നോരോന്ന് നോക്കാം. തിയറി ഓഫ് പോപ്പുലേഷൻ, അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. തിയറി ഓഫ് പോപ്പുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ തിയറി ഓഫ് പോപ്പുലേഷൻ എങ്ങനെയാണ് പറയുന്നത്? മാൽത്തൂസ് ബിലീവ്ഡ് ദാറ്റ് ദ പോപ്പുലേഷൻ ഗ്രോസ് ജിയോമെട്രിക്കലി ആൻഡ് ഫുഡ് ഗ്രോസ് അരിത്തമെറ്റിക്കലി. അതായത് നോക്കടാ, ഇവിടെ നമ്പർ നോക്ക്. എങ്ങനെയാണ് ഈ നമ്പർ വരുന്നത്? 1 2 3 1 2 3 1 2 4 8 16 ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഡബിളായിക്കൊണ്ടിരിക്കുകയാണ് പോപ്പുലേഷൻ. അങ്ങനെയാണ് വർദ്ധിക്കുക. നമ്മൾ ഒരേ സമയം പോപ്പുലേഷൻ എന്ത് ചെയ്യുക? ഒരേ സമയം ഇതിങ്ങനെ ഡബിളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിംഗിൾ ഡിജിറ്റ് വെച്ചല്ല ഇതിങ്ങനെ എന്ത് ചെയ്യും? കൂടി വരുന്നത്. മറിച്ച് എന്ത് ചെയ്യുന്നത്? വളരെ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അതേസമയം ഫുഡ് ഗ്രോസ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ് വളരുന്നത്? 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് വളരെ ഗ്രാജുവലായി, വളരെ സ്റ്റെപ്പായിട്ടാണ് ഇതിങ്ങനെ. ഇത് നോക്കൂ, ഇതിങ്ങനെ വളരെ സ്റ്റെപ്പായിട്ടാണ്. അതാ ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഇങ്ങനെ വളരെ ഫ്രീക്വൻസി കൂടുതലായിട്ടാണ് ഇത് വളരുന്നത്. കണ്ടോ? ഒന്ന് ജിയോമെട്രിക്കലുമാണ്, മറ്റൊന്ന് അരിത്തമെറ്റിക്കലും ആണ്. എന്ത് ചെയ്യുന്നത്? നമ്മളെ പോപ്പുലേഷൻ വളരുന്നത് ജിയോമെട്രിക്കലി ആണെങ്കിൽ മറ്റേ അരിത്തമെറ്റിക്കലി ആണ്. അതായത് വളരെ നമ്മൾ നോർമൽ എണ്ണൽ സംഖ്യകളൊക്കെ പോകുന്ന പോലെ 1 2 3 എന്ന് പറഞ്ഞ് വളരെ സാവധാനമാണ് നമ്മളെ ഈ ഫുഡ് ഗ്രോസ് പോകുന്നെങ്കിൽ പോപ്പുലേഷൻ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, ഇത് തമ്മിലൊരു മാച്ച് ആവുന്നില്ല. അപ്പം അവിടെ ഒരു ഷോർട്ടേജ് വരും. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് വരും? നോട്ട് ഇനഫ് ഫുഡ് ഫോർ ദ ഗ്രോയിങ് പോപ്പുലേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ വളർന്നു വരുന്ന പോപ്പുലേഷൻ എന്തില്ല? അത്തരത്തിൽ നല്ല രീതിയിൽ ഫുഡ് ലഭിക്കില്ല. കാരണം എന്താണ്? അതിനനുസരിച്ച് ആ രണ്ടിൻ്റെയും ഗ്രോയിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രോയിങ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ഷോർട്ടേജ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് ദെൻ? പിന്നെ എന്ത് സംഭവിക്കും? ദ പോപ്പുലേഷൻ ഇൻക്രീസസ്, റിസോഴ്സസ് ബിക്കം സ്കേഴ്സ്. അപ്പോൾ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ആകുമ്പോൾ എല്ലാ റിസോഴ്സസും, അപ്പം അത് ചിലപ്പം പെട്രോൾ നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ നമ്മളെ എല്ലാ ഫ്യൂൽസും നമുക്ക് പരിഗണിക്കാം. പിന്നെ പോരാത്തിന് ഫുഡ് നമുക്ക് പരിഗണിക്കാം. മറ്റെല്ലാ റിസോഴ്സസും എന്ത് ചെയ്യും? അത് തികയാതെ വരും, സ്കേഴ്സ് ആകും. അതൊരു ദൗർലഭ്യം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ നേരിടും. ദെൻ പ്രൈസ് റൈസസ്. നമ്മളെന്ത് ചെയ്യും? നമ്മളെല്ലാത്തിനും വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പെർ ക്യാപിറ്റ ഇൻകം ഫാൾസ്. അതായത് ടോട്ടൽ ഇൻകം ബൈ പോപ്പുലേഷൻ, അതായത് GDP അല്ലെങ്കിൽ GNP എന്നൊക്കെ പറയുന്ന ടോട്ടൽ ഇൻകം, നാഷണലിൻ്റെ ടോട്ടൽ ഇൻകം ബൈ പോപ്പുലേഷൻ ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അങ്ങനെയാണ്. ഈവൻ വെൻ ഇൻകം ഇൻക്രീസസ് ഇറ്റ് ലീഡ് മോർ ബർത്ത്. ഇത് കൂടുതൽ ബർത്തിലേക്ക് എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. പോപ്പുലേഷൻ ഗ്രോ എഗെയിൻ, ഇൻകം ഡ്രോപ്സ് എഗെയിൻ. അപ്പം അതിങ്ങനെ ഒരു കൂടുതൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഇൻകം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? മോർ ബർത്തിലേക്കും അത് പിന്നെ എന്ത് ചെയ്യും? പോപ്പുലേഷൻ ഗ്രോത്തിലോട്ടും. ദെൻ എന്ത് ചെയ്യും? ഇൻകം ഡ്രോപ്സ് എഗെയിൻ. ആ ഇൻകം വീണ്ടും ഇങ്ങനെ കുറയാനുള്ള ഒരു ഇതിലേക്കായിരിക്കും. അതൊരു സൈക്കിൾ പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. അപ്പം എന്താണ് അടുത്ത അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. അപ്പം പോപ്പുലേഷനും അദ്ദേഹം മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? പോപ്പുലേഷനും അതുപോലെ ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാവും, ഫുഡ് ക്രോപ്സിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് തടയും, എക്കണോമിക് ഗ്രോത്തിന് അത് തടയും എന്നുള്ള രീതിയിലാണ്. ഇതൊരു വിഷ്യസ് ആയിട്ടുള്ളൊരു എന്താണ് സൈക്കിളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് വീണ്ടും വീണ്ടും നടക്കുന്ന വിഷ്യസ് സൈക്കിളായിട്ടാണ് വരുന്നത്. ഇൻകം റൈസ് സ്ലൈറ്റ്ലി, ഇൻകം ചെറുതായിട്ടൊന്ന് കൂടിയാൽ പോപ്പുലേഷനും എന്ത് ചെയ്യും? അതിനനുസരിച്ച് കൂടും. ഇൻകം ചെറുതായിട്ടൊന്ന് കൂടിയാൽ പോപ്പുലേഷനും അതിനനുസരിച്ച് കൂടും. ഇൻകം ഫാൾസ് ബാക്ക് ടു എന്താണ് സബ്സിസ്റ്റൻറ്റ് ലെവൽ, ദ ഗ്രോത്ത് സ്റ്റോപ്പ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ വരുമ്പം പോപ്പുലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യുന്നു? ഇൻകം കൂടുന്നു. ഇൻകം കൂടിയാൽ എന്ത് ചെയ്യും? പോപ്പുലേഷൻ എന്ത് ചെയ്യും? അതിനനുസരിച്ച് കൂടും. അപ്പം പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോപ്പുലേഷൻ കൂടിയത് കാരണം എന്ത് ചെയ്യും? ഇൻകം എന്ത് ചെയ്യും? ഒരു സബ്സിസ്റ്റൻറ്റ് ലെവലിൽ എന്ത് ചെയ്യും? സ്റ്റക്കായി അവിടെ നിൽക്കും. സബ്സിസ്റ്റൻറ്റ് ലെവലിൽ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? ആദ്യം ഇൻകം കൂടുന്നതിൻ്റെ ഫലമായിട്ട് പോപ്പുലേഷൻ കൂടുന്നു. പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? പോപ്പുലേഷൻ കൂടിയതിനാൽ എന്ത് ചെയ്യും? നമ്മളെ ഒരു സബ്സിസ്റ്റൻറ്റ് ലെവലിൽ നമ്മളെ ഇൻകം അവിടെ നിൽക്കും, വേജ് അവിടെ നിൽക്കും, അതിൽ കൂടുതൽ അങ്ങോട്ട് പോയില്ല. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? നമ്മളെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. ദ എക്കണോമീസ് എന്താണ് സ്റ്റേജ് സ്റ്റക്ക് ഇൻ ദ പോവർട്ടി. ഈ സ്റ്റേജിൽ എന്ത് ചെയ്യും? എക്കണോമി ഒരു സ്റ്റക്കായിട്ട് അവിടെ പോവർട്ടിയിൽ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം ട്രാപ്പ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം മാൽത്തൂസിൻ്റെ തിയറി ഓക്കെയാണ്. അവിടെ മാൽത്തൂസിൻ്റെ തിയറി ഇത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അത് എക്കണോമിയെ നന്നായിട്ട് ബാധിക്കും. നമ്മുടെ എക്കണോമിയിലെ ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഗ്രോത്ത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? അതിനെ ബാധിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ഇൻകം കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടും. ഇൻകം കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടും. പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള വേജ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? നമ്മളെ കയ്യിലുണ്ടാവില്ല. നമ്മളെ കയ്യിൽ പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? അതൊരു സബ്സിസ്റ്റൻറ്റ് ലെവലിൽ നിർത്തും. അങ്ങനെ സബ്സിസ്റ്റൻറ്റ് ലെവലിൽ നിർത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ ഗ്രോത്തിനെ, നമ്മളെ എക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യും? അത് ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. അപ്പം ഇത് അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പോപ്പുലേഷനും അതുപോലെ ഈ ഗ്രോത്തും ഒക്കെ തമ്മിലുള്ളൊരു റിലേഷനാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇനി അടുത്തൊരു തിങ്കറിലേക്ക് ഇദ്ദേഹം വളരെ എന്താണ്, നമ്മുടെ മാൽത്തൂസ് വളരെ ചെറിയ കോൺസെപ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ട് അത് അത്രയും മതി നമുക്ക്. അതേസമയം കാറൽ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി വളരെ പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹമാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, കാറൽ മാർക്സ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജർമ്മൻ തിങ്കറാണ്. നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിലൊക്കെയുള്ള പല പാർട്ടികളുടെയും ഐഡിയോളജീസ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ച മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നാണ് എടുത്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉള്ളത്. മാർക്സ് ഇൻ ഹിസ് ഫേമസ് ബുക്ക് ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ദ ക്യാപിറ്റലിസം വുഡ് ഇവഞ്ച്വലി കൊലാപ്സ്. അപ്പം നമ്മൾ 18th സെഞ്ച്വറിയിൽ ഞാൻ തുടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 18th സെഞ്ച്വറിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നു. പിന്നെ അതിനുശേഷം ഒരു മത്സരമായിരുന്നു ലോകമെമ്പാടും. എങ്ങനെയെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പണം ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇങ്ങനെ വളർന്നു വന്നു. അതായത് ഇൻഡസ്ട്രി ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുക അവരെങ്ങനെ ചൂഷണം ചെയ്തത് മോഡേൺ ടൈംസ് എന്നുള്ള സിനിമയൊക്കെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. അപ്പം മോഡേൺ ടൈംസിൽ എക്സ്ക്ലൂസീവ്ലി എന്താണ് കാണിക്കുന്നത്, യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ അന്ന് ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എങ്ങനെയായിരുന്നു എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്. നമ്മളെ വർക്കേഴ്സിന് എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക, അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക, അവരുടെ മുകളിൽ പരീക്ഷണങ്ങൾ നടത്തുക. ആ മൂവി ശരിക്കും കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും. ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പം അതൊരു വളരെ രസകരമായിട്ട് ഇങ്ങനെ കണ്ട് ഇരിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ കോമഡികളൊക്കെ ഇല്ല. പക്ഷേ പിന്നീട് നമുക്ക് അതിൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അത് അദ്ദേഹം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എങ്ങനെയാണ് വർക്കിംഗ് ക്ലാസ്സിനെ ചൂഷണം ചെയ്യുന്നതെന്നാണ് മോഡേൺ ടൈംസിൽ ചാപ്ലിൻ വിശദീകരിച്ചത്. ഓക്കെ, അപ്പം ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്കിൽ നമുക്ക് ഇവിടെ ഇതിലേക്ക് വരുമ്പം ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കാൾ മാർക്സിൻ്റെ ബുക്ക്, അദ്ദേഹത്തിന് ഒരുപാട് ബുക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദസ് ക്യാപിറ്റൽ, പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ,
അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ബുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, ക്യാപിറ്റലിസം എന്ത് ചെയ്യും, ഇവഞ്ച്വലി കൊളാപ്സ് ആവും അല്ലെങ്കിൽ ഇല്ലാതാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ക്യാപിറ്റലിസത്തിന് എതിരായിരുന്നു. നേരത്തെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുതലാളികൾ, നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ ഉള്ള അതും നിലനിർത്തി കൊണ്ടുപോകുന്ന മുതലാളികൾ, നേരത്തെ ആഡം സ്മിത്തും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഡേവിഡ് റിക്കാർഡോ ഒക്കെ എന്ത് ചെയ്തു, ക്യാപിറ്റലിസം നല്ലതാണെന്നുള്ള രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവായിരുന്നു അവിടെ ഉണ്ടായത്. മാർക്സിലോട്ട് വരുമ്പോൾ അത് നേരെ അദ്ദേഹം തിരിച്ചു പറയണം, ക്യാപിറ്റലിസം എന്താണ്, അത്ര നല്ലതല്ല, അതിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ക്യാപിറ്റലിസം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാപിറ്റലിസം ഇവഞ്ച്വലി കൊളാപ്സ് ആവും, അതായത് ഇല്ലാതാവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് വാദങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ് ലൈക്ക് ആഡം സ്മിത്ത് ആൻഡ് ഡേവിഡ് റിക്കാർഡോ ബിലീവ് ദാറ്റ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ ക്യാപിറ്റൽ വുൾ ഫോൾ ആസ് ദ എക്കണോമിക് ഡെവലപ്ഡ്. അപ്പം എക്കണോമി ഇങ്ങനെ വലുതായി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, റേറ്റ് ഓഫ് എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ വുഡ് ഫോൾ ആസ് എ എക്കണോമിക് ഡെവലപ്ഡ്. അപ്പം ഒരു ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റ് അവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്, അതായത് കുറഞ്ഞു വരും. ബട്ട് ദേ ഹാഡ് ഡിഫറെൻറ്റ് റീസൺ ഫോർ ദിസ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോ ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പം സ്മിത്ത് എന്തെന്ന് പറഞ്ഞു, കോമ്പറ്റീഷൻ ലീഡ് ടു കോമ്പറ്റീഷൻ എന്തിലേക്ക് നയിക്കും, പ്രോഫിറ്റ് ഒരു ടൈം കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. വൈൽ റിക്കാർഡോ ബിലീവ് ദാറ്റ് വാസ് ഡ്യൂ ടു ഡിമിനിഷിങ് റിട്ടേൺ ഫ്രം ദ ലാൻഡ് ആൻഡ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റെൻ്റ് ആൻഡ് വേജ്. അപ്പം രണ്ടുപേരും രണ്ട് കാര്യങ്ങളാവുന്നു. ഇപ്പോൾ ഒരാൾ എന്ത് പറഞ്ഞു, കോമ്പറ്റീഷൻ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റിനെ ഇല്ലാതാക്കുമെന്ന് ആഡം സ്മിത്ത് പറഞ്ഞപ്പം ഡേവിഡ് റിക്കാർഡോ പറഞ്ഞു ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നത് മൂലവും അതിൽ റെൻറ്റും അതുപോലെ വേജും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മൂലം എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രോഫിറ്റ് ഇല്ലാതാവും എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. എന്നാൽ മാർക്സ് എന്താണ് പറയുന്നത്, വാട്ട് മാർക്സ് ബിലീവ്ഡ് ദാറ്റ് വിൽ നോട്ട് സ്ലോ ഡൗൺ ആൻഡ് സ്റ്റോപ്പ് പീസ്ഫുള്ളി. അപ്പോൾ ക്യാപിറ്റലിസം വിൽ നോട്ട് സ്ലോ ഡൗൺ ആൻഡ് സ്റ്റോപ്പ് പീസ്ഫുള്ളി, അതായത് ക്യാപിറ്റലിസം അങ്ങനെ മറ്റവർ രണ്ടുപേരും പറഞ്ഞ ക്യാപിറ്റലിസം കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിനൊരു ചെറിയൊരു കുറവ് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞെങ്കിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ക്യാപിറ്റലിസം അങ്ങനെ തനിയെ ഒന്നും ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് ആയിട്ട് നിൽക്കില്ല. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. അതായത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളവിടെ സ്റ്റക്കായി നിൽക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഈ സബ്സിസ്റ്റൻ ലെവലിൽ അല്ലെങ്കിൽ സബ്സിസ്റ്റൻ വേജിൽ അവിടെ സ്റ്റക്കായി നിൽക്കുമെന്നാണ് പറയുന്നത്. സോ നോട്ട് എ സ്റ്റേഷനറി സ്റ്റേറ്റ്. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന നമ്മൾ ക്യാപിറ്റലിസം സ്റ്റക്കായിട്ട് നിൽക്കില്ല, അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് വിൽ എൻഡ് ത്രൂ ദ ക്രൈസിസ്. അദ്ദേഹം പറയുന്നു ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത്, ഒരു ക്രൈസിസിലൂടെയാണ് അവസാനിക്കുന്നത്. അദ്ദേഹം ക്യാപിറ്റലിസം അങ്ങനെ തനിയെ നിൽക്കില്ല, മറിച്ച് എന്ത് ചെയ്യും, ഒരു ക്രൈസിസ് അവിടെ ഉണ്ടാവും. കോസ്ഡ് ബൈ ദ ഓവർ പ്രൊഡക്ഷൻ, അതായത് പ്രൊഡ്യൂസിങ് മോർ ദാൻ പീപ്പിൾ ക്യാൻ ബൈ ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്, പുവർ പീപ്പിൾ റൈസിങ്. അപ്പോൾ ഈ രണ്ട് റീസണാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഈ രണ്ട് റീസൺ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. എങ്ങനെയാണ് പറയുന്നത് നോക്ക്. ഒന്ന്, ഓവർ പ്രൊഡക്ഷൻ കാരണം എന്ത് ചെയ്യും, ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന് പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ഫണ്ട് ഉണ്ടാവും. എങ്ങനെയാണ് ഓവർ പ്രൊഡക്ഷൻ ഉദ്ദേശം എന്താണ്, ഒരു സൊസൈറ്റിയിൽ അവർക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു അതേപോലത്തെ ഒരു പ്രൊഡക്ഷനാണ് നടത്തുമെങ്കിൽ ഓക്കെ, അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹ്യൂജ് പ്രൊഡക്ഷൻ നടത്തുക. എന്നിട്ട് ഈ സൊസൈറ്റി എന്തെങ്കിലും ഇതൊക്കെ ബൈ ചെയ്യണം, പ്രൊഡക്ഷൻ ഹ്യൂജുമാണ്, സൊസൈറ്റി ഇത്രയുമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വളരെ ഒരു ഇത് വരും, ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഡിഫറൻസ് ആയിരുന്നു നമ്മൾ അധികം എന്ത് ചെയ്ത് എക്സ്പോർട്ടൊക്കെ ആയിട്ട് കയറ്റി അയച്ചത്. ഓക്കെ, നമ്മൾ അധിക രാജ്യങ്ങളും അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അമിതമായി പ്രൊഡക്ഷൻ നടക്കുന്നത് എന്തിന് കാരണമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പരാജയത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫള്ളിന് വേണ്ടി ഒരു കാരണമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്, സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. അതായത് എന്തായിരിക്കും, വർക്കിംഗ് ക്ലാസ്സും അതുപോലെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, അതായത് നമ്മളെ ഓണേഴ്സ്, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഇവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാവും. അതുമൂലം എന്ത് ചെയ്യും, ഈ ക്യാപിറ്റലിസം ഇല്ലാതാവും എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ്, ദീസ് പ്രോബ്ലംസ് വുഡ് ലീഡ് ടു കൊളാപ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ചേഞ്ച് ഇൻ ദ സിസ്റ്റം. അതെന്ത് ചെയ്യും, ഗ്രാജ്വലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തിലേക്ക് നയിക്കും, ഒരു മാറ്റത്തിലേക്ക് നയിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് പയ്യെ ഇല്ലാതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, വേറെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടായി വരുമെന്നുള്ളതാണ്. ആ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഐഡിയാസ്. മാർക്സ് ഐഡിയാസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ക്രൈസിസ് ഇൻ ദ ക്യാപിറ്റലിസം ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ബിലോ. നമുക്ക് ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് നോക്കാം.
ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ് എന്ത്? മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. ഇത് ഹെഗൽ എന്ന് പറയുന്ന വ്യക്തി, ഹെഗൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കോൺസെപ്റ്റ് ഉണ്ടെന്നോ, എന്താണ് ഇങ്ങനെയാണ് പറയുന്നത്. ഹെഗൽ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ബേസ്ഡ് ഓൺ ദ ഐഡിയ ആയിരുന്നു, മെറ്റീരിയൽ ആയിരുന്നില്ല. അപ്പം ഹെഗൽ പറഞ്ഞതായിരുന്നു, രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ നിന്ന് പുതിയൊരു ഐഡിയ ഉണ്ടാവുന്നു, അത്രേ ഉള്ളൂ. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയയിൽ നിന്ന് പുതിയതായിട്ടൊരു ഐഡിയ ഉണ്ടാവും. ഇദ്ദേഹം പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നിന്ന് പുതിയൊരു മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു ഐഡിയോളജി നമുക്ക് ഡീപ്പായിട്ട് പോകണം. നമുക്ക് മെറ്റീരിയലിസ്റ്റിക് കോൺസെപ്റ്റ് ഇൻ്റർപ്രിട്ടേഷനോ എങ്ങനെയാണെന്ന് നോക്കാം. മാർക്സ് believed that economic condition shape history. എക്കണോമിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ഹിസ്റ്ററിയാണ് ഷേപ്പ് ചെയ്യുന്നത്. ഈവൻ ദ മേജർ ചേഞ്ച് ഇൻ സൊസൈറ്റി ഹാസ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ ഹൗ പീപ്പിൾ പ്രൊഡ്യൂസ് തിങ്സ്, ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പം നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന എക്കണോമിക് കണ്ടീഷൻ, നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻ, ഇപ്പം മാർക്സ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അവിടെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് മെയിനായിട്ട്. അതിന് അണ്ടറിൽ എന്ത് ചെയ്തു? വർക്കിംഗ് ക്ലാസ് എന്നുണ്ട്. വർക്കിംഗ് ക്ലാസ് എന്ത് ചെയ്യും? അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ആളുകൾ എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ക്ലാസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക, അന്നത്തെ എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ എക്കണോമിക് കണ്ടീഷൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്താനും സാധിക്കും. അപ്പോൾ അതോടൊപ്പം എന്താണ്, ഹൗ പീപ്പിൾ പ്രൊഡ്യൂസ് തിങ്സ് എന്നുള്ളത് നോക്കണം. ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് ജനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഷ്യൻ പീരീഡിൽ എന്തായിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല, എല്ലാവരും ഒരുമിച്ചായിരിക്കും എന്താ പറയുക, ആൻഷ്യൻ പീരീഡിൽ എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഗ്രാജുവലി കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, വേറെ കുറച്ച് ജമ്മിമാർ വരുന്നു, അവർ ഫ്യൂഡൽ സിസ്റ്റം വരുന്നു, പിന്നെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് വരുന്നു. അത്തരത്തിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് നമുക്ക് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, കണ്ടോ എങ്ങനെയാണ് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് നോക്കിയാൽ മതി? നമുക്ക് ഹിസ്റ്റോറിക്കലി നമുക്ക് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ കണ്ടീഷൻ ഉള്ളത്, എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ വരുന്നത്, ഗുഡ്സ് എന്തൊക്കെ ഗുഡ്സാണ് ഓരോ കാലഘട്ടത്തിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി നടത്തുന്നത്. അതായത് നമ്മൾ ഹിസ്റ്ററിയെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നോക്കാം നമുക്ക് വിശദമായിട്ട്. The way people live, work and how society change over time is mostly decided by money, job, resources, not by the religion, ideas, kings. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് വന്ന പല തിങ്കേഴ്സും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന സോഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഓരോ സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, കുറേ ആളുകൾ പണമുള്ളവരും കുറേ ആളുകൾ വർക്കേഴ്സുമായിട്ടൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചർ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, റിലീജനും ഐഡിയാസും കിങ്ങും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇവരൊക്കെ കാരണമാണ് ഇതിങ്ങനെ നടക്കുന്നതെന്നാണ് മറ്റു പല തിങ്കേഴ്സും ബിലീവ് ചെയ്തിരുന്നത്. എന്നാൽ മാർക്സ് ബിലീവ് ചെയ്തത് തിരിച്ചായിരുന്നു. മാർക്സ് പറഞ്ഞത് ഇതൊന്നുമല്ല കാരണം, മറിച്ച് എന്താണ്, ഈ എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് ആയിട്ടുള്ള റിലേഷനാണ് ഇതിന് ബന്ധം. എങ്ങനെയാണ് പീപ്പിൾ ജീവിക്കുന്നത്, എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സൊസൈറ്റി ചേഞ്ച് ഓരോ കാലഘട്ടത്തിലും മാറുന്നത്, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, മണിയും ജോബും റിസോഴ്സസുമാണ്. ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, ഒരു മെറ്റീരിയൽ അല്ലടാ, ഇതൊക്കെ ഒരു മെറ്റീരിയൽ അല്ലേ. അതാണ് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് കണ്ടീഷൻ അല്ലെ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന മെറ്റീരിയൽസ് ബേസിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ നടത്തിയിട്ടുള്ളത്. മറ്റുള്ള റിലീജിയനോ ഐഡിയാസോ മറ്റൊന്നുമല്ല അദ്ദേഹം പരിഗണിച്ചത്. ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോബ്, റിസോഴ്സസ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റിസോഴ്സസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം നോക്കിയിരുന്നത്. ഹിസ്റ്ററി ഷേപ്ഡ് ബൈ ദ എക്കണോമിക്സ്. അദ്ദേഹം പറഞ്ഞു ഹിസ്റ്ററി ഷേപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, എക്കണോമിക്സിൻ്റെ ബേസിലാണ്. ഹൗ പീപ്പിൾ പ്രൊഡ്യൂസ് തിങ്സ്, എങ്ങനെയാണ് ജനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഹിസ്റ്ററി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഹു ഹാസ് പവർ, ആർക്കാണ് പവർ ഉള്ളത്, ഹൗ പീപ്പിൾ ആർ ട്രീറ്റഡ്, ഹൗ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ്, ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. എങ്ങനെയാണ് പവർ, ആരെ കയ്യിലാണ് പവർ ഉള്ളത്,
ആരാണ്, ഹൗ പീപ്പിൾ ആർ ട്രീറ്റ് ജനങ്ങളെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു, ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റും ആയിക്കോട്ടെ, ഇപ്പോൾ അന്നത്തെ രാജാവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്, അങ്ങനെയൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ജനങ്ങളെ ട്രീറ്റ് ചെയ്തത്, അതേപോലെയാണ് ഒന്ന് ട്രീറ്റ് ചെയ്യുന്നതല്ല. ഇന്നതിൽ വ്യത്യാസമുണ്ട്. ഇനി വരാൻ പോകുന്ന കാലത്ത് അതും ചിലപ്പോൾ മാറ്റം വരും. ഓക്കെ, ഓരോ രാഷ്ട്രങ്ങളും അവരുടെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അത്തരത്തിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്, എക്കണോമിക്സ് ആണ് എന്നാണ് ആര് പറയുന്നത്, മാർക്സ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്, എക്കണോമിക്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്നതും എന്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ എല്ലാം എക്കണോമിക്സിൻ്റെ ബേസിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ഇത് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത്, അദ്ദേഹം നമ്മളൊരു എവല്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ 1 ഘട്ടം 2 ഘട്ടം അങ്ങനെ ഹ്യൂമൻ എവല്യൂഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷൻ. അപ്പം അതിൽ ഓരോരോ ഘട്ടങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യ ഘട്ടം നിങ്ങൾക്ക് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസമാണ്. എന്താണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം? അതായത് ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു അടുത്ത ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ഒരു വളരെ ആദ്യകാല മനുഷ്യനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏർലി ഹ്യൂമൻ ലൈഫാണ്. നോ പ്രോപ്പർട്ടി റൈറ്റ്, ആർക്കും പ്രോപ്പർട്ടി റൈറ്റ് ഒന്നും. എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യണം, കാടുകളിലും മറ്റുള്ളതൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു, അവിടുന്ന് പഴങ്ങൾ കിട്ടുന്നു, അത് കഴിക്കുന്നു, കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്നു, മൃഗങ്ങളെ വേട്ടയാടുന്നു. ആ രീതിയിൽ റിസോഴ്സ് വർ ഷെയർഡ് ബൈ ഓൾ, എല്ലാവരും കണ്ടോ, എല്ലാവരും ഒരേപോലെ ഷെയർ ചെയ്യുന്നു. അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ പറമ്പിലെ ചക്ക നമുക്കുള്ളതാണ്. അത് അങ്ങോട്ട് വീണാൽ പോലും ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, അപ്പുറത്ത് പോയി എടുക്കും. ആ രീതിയിൽ നമുക്ക് നമ്മളതായ പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നമ്മളെ റിസോഴ്സസ് ഉണ്ട്, അത് നമുക്കുള്ളതാണ്. മറ്റൊരാളെ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് പണം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ സ്നേഹത്തിലൊക്കെ തിന്നു വരും കേട്ടോ, അത് വാങ്ങിക്കോ, അതൊന്നും കുഴപ്പമില്ല. അപ്പം നോ റിച്ച് ഓർ പുവർ, എവരി വൺ ഹാസ് ഈക്വൽ. അപ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്നെ എന്താണ്, എല്ലാവരും തുല്യമായിട്ട്, ഒരു വേർതിരിവും ഇല്ലാതെ, ഒരു അപ്സ് ആൻഡ് ഡൗൺസും ഇല്ലാതെ, റിച്ച് ആൻഡ് പുവർ എന്നുള്ള കമ്പാരിസൺ ഇല്ലാതെ എല്ലാം ഒരേപോലെ നിൽക്കുന്നതാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം. നിങ്ങൾ കമ്മ്യൂണിസം ഇനി പഠിക്കാൻ വേറെ സെപ്പറേറ്റ് കുറേ പഠിച്ചു പോകണ്ട. നമുക്ക് പഠിക്കേണ്ട കമ്മ്യൂണിസം അത്രേ ഉള്ളൂ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കമ്മ്യൂണിസം ബേസിക്കായിട്ട്. അപ്പം പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യകാലം അല്ലെങ്കിൽ വളരെ പ്രീമെച്യൂർ ആയിട്ടുള്ള, വളരെ ആദ്യ കാലഘട്ടത്തിൽ, വളരെ വേറെ മലയാളം എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ ആ സമയത്ത് എങ്ങനെയായിരിക്കും, ഒരു ഏർലി ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. അവിടെ ഒരു പ്രോപ്പർട്ടി റൈറ്റും ഇല്ല, റിസോഴ്സസ് എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നു. ദെൻ റിച്ച് ആൻഡ് പുവർ എന്നുള്ള ഡിഫറൻസ് ഇല്ല, എവരി വൺ ഹാസ് എ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, അതാണ് നമ്മൾ ആദ്യകാല മനുഷ്യന്മാർ, അവർക്ക് ഈ പറയുന്ന വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ഘട്ടത്തിലോട്ട് വരുമ്പോൾ കഥ മാറും. എങ്ങനെയാണ്, സ്ലാവറി എന്ന് പറഞ്ഞ സിസ്റ്റം വരും. അതായത് ഇതിൽ തന്നെ നേരത്തെ ആൻഷ്യൻ സിസ്റ്റത്തിൽ തന്നെ ഇതിൽ തന്നെ ഗ്രാജുവലി എന്ത് ചെയ്യും, ഒരു വിഭാഗം എന്ത് ചെയ്യും, കിങ്ഷിപ്പ് എന്നുള്ള രീതിയിൽ മുകളിലോട്ട് വരും. അതായത് വൺ ഗ്രൂപ്പ് ഗെറ്റ് മാസ്റ്റർ സ്റ്റാറ്റസ് ആൻഡ് ഓൺഡ് അതേഴ്സ് ആസ് എ സ്ലാബ്സ്. അതായത് ഒരു വിഭാഗം എന്ത് ചെയ്യും, ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിലോട്ട് മുകളിലോട്ട് വരും. മറ്റൊരു വിഭാഗം അതിന് താഴെ എന്ത് ചെയ്യും, ഒരു സ്ലാബ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് വരും. അല്ലേ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കൂടുതൽ പവറുള്ള ആളെന്ത് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യമുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിയുള്ളതൊക്കെ ആൾക്കാരെന്ത് ചെയ്യും, ഒരു മാസ്റ്റർ ക്ലാസ്സിലേക്ക് പറഞ്ഞ് മുന്നോട്ട് വരും. ഓക്കെ, അതേസമയം മറ്റേ വിഭാഗക്കാരെന്ത് ചെയ്യും, മറ്റുള്ളവർ സാധാരണക്കാരെന്ത് ചെയ്യും, കുറച്ചല്ലേ ഒന്നുകൂടി വെർണറബിൾ ആയിട്ടുള്ള വിഭാഗക്കാരെന്ത് ചെയ്യും, ഒന്നും കൂടി താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 2 ക്ലാസ് ആയിട്ട് വരും. സ്ലാബ്സ് വർക്ക്ഡ് വിത്തൗട്ട് ഫ്രീഡം. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അവർക്ക് അത്ര ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. സ്ലാബ്സ് എന്ത് ചെയ്യും, മറ്റുള്ള നമ്മൾ ഈ രാജവംശ കാലഘട്ടത്തിലൊക്കെ അടിമകളൊക്കെ നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ സൊസൈറ്റി ബിക്കം ഡിവൈഡ് ഇൻ ടു റൂളേഴ്സ് ആൻഡ് റൂൾഡ്. ഇപ്പോൾ ഈ കാലഘട്ടം നമ്മളൊരു കിങ്ഷിപ്പ് കാലഘട്ടമൊക്കെ ആലോചിച്ച് നോക്കാം. നമ്മൾ രാജഭരണ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രാജാവും ആ രാജാവിൻ്റെ പ്രജകളും അവർ ഒരുപാട് അടിമകളും അവിടുത്തെ അങ്ങനെ ഒരുപാടുള്ള ആ സിസ്റ്റം നിങ്ങൾ ആലോചിച്ച് നോക്കാം. അടുത്ത് വരുന്ന ഫ്യൂഡലിസം. അടുത്ത സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്യൂഡൽ സിസ്റ്റമാണ്. അതായത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും, അവിടെ ലാൻഡ് വാസ് ഓൺഡ് ബൈ ദ കിങ്സ് ഓർ ലാൻഡ് ലോഡ്സ്. നേരത്തെ പറഞ്ഞ ഈ പറയുന്ന സ്ലാവറിൽ ഉണ്ടാവുന്ന കിങ്ങോ അല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു
ഒരു കിങ്ഷിപ്പോ അല്ലെങ്കിൽ കിങ്ങിന് സമാനമായ രീതിയിലുള്ള ഫ്യൂഡൽ വിഭാഗക്കാർ നമ്മൾ ഇന്ത്യയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഫ്യൂഡൽ സിസ്റ്റം. അതായത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു എൻ്റെ ഒരു സ്ഥലത്ത് കുറേ സ്ഥലം ഉണ്ടാവും, അവരെ ആ സ്ഥലം സ്വന്തമായിരിക്കും. ആ സ്ഥലം എന്ത് ചെയ്യും, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവും, അവരൊക്കെ അടിമകളായിട്ട് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂഡൽ ലോഡ്സ് ഒക്കെ ഉണ്ടാവുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ പിസൻസ് ആൻഡ് സെർഫ്സ് വർക്ക്ഡ് ദ ലാൻഡ്. അപ്പോൾ നേരത്തെ ഇവരും സ്ലാബ്സ് തന്നെയാണ്, നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ സ്ലാബ്സ് ആണ്. ഇവിടെ ഒന്ന് കർഷകരെന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് പദവി മുന്നോട്ട് വന്നു. സ്ലാബ് അല്ല, പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ഒന്നും കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. ഇവരെന്ത് ചെയ്യും, പക്ഷേ ഇവർക്ക് മറ്റ് കുറേ അവകാശങ്ങൾ ഇല്ലാതാവും. ഇവർക്ക് എന്നും ജോലി ചെയ്യണം, എന്നും ശമ്പളം ചിലപ്പം കിട്ടത്തില്ല, ചിലപ്പം ഭക്ഷണം മാത്രമായിരിക്കും കിട്ടുക, അങ്ങനെയുള്ള ഒരു രീതി. ബിഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ലാൻഡേഴ്സ് ആൻഡ് പുവർ വർക്കേഴ്സ്. സാധാ വർക്കേഴ്സ്, സാധാ എന്താണ് വർക്കേഴ്സ് എന്നുള്ള രീതിയിൽ താഴെ തട്ടിലും മറ്റൊന്ന് ലാൻഡ് ലോൺസ് എന്നുള്ള രീതി മുകൾ തട്ടിലുമായിട്ടുള്ള ഒരു വ്യത്യാസം ഇവിടെ കാണാം. അടുത്ത സ്റ്റേജാണ് നമ്മൾ ഈ മാർക്സിൻ്റെ കാലഘട്ടം. മാർക്സ് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടമാണ്. ഏതാണ്? ക്യാപിറ്റലിസം. അതായത് ഫാക്ടറീസ് വരുന്നു, ബിസിനസ്സുകാർ വരുന്നു, അവർ ഇൻഡസ്ട്രി എന്ത് ചെയ്യും, ഓൺ ചെയ്യും. ഈ പറയുന്ന മാർക്സ്, നമ്മൾ കാൾ മാർക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ വർക്കേഴ്സ് സെൽ ദെയർ ലേബർ ഫോർ വേജസ്. അവിടെ വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരുടെ നേരത്തേലും ബെറ്റർ ആണ് കേട്ടോ. ഇപ്പം ആദ്യത്തേക്കാളൊക്കെ ബെറ്റർ ആണ്. ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റേജ് പറഞ്ഞാൽ ഫുൾ ഫ്രീ ആണ്. അവിടെ നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഫുൾ ഫ്രീ ആണ്, റിസോഴ്സസ് എല്ലാം ഓക്കെയാണ്. പിന്നത്തെ 2 ഘട്ടത്തിലും ഡിഫിക്കൽട്ടാണ്, മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് വരുമ്പോഴും ഡിഫിക്കൽട്ടാണ്. പക്ഷേ അവിടെ ബെറ്ററാണ്, കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ അധ്വാനം എന്ത് ചെയ്യുന്നു, വേജിന് വേണ്ടി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് വിൽക്കുന്നു അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രോഫിറ്റ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പീപ്പിൾസ് വെൽഫെയർ. ഈ സ്റ്റേജിൽ എന്താണ് പ്രത്യേകത? ജനങ്ങളുടെ വെൽഫെയർ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന ഇന്ന് കാണുന്ന സൊസൈറ്റിയിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. ഈ പറയുന്ന റേഷൻ കടകളൊന്നും അന്നുണ്ടാവില്ല. ഈ കാണുന്ന ഹെൽത്ത് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ ഈ ഫ്രീ എഡ്യൂക്കേഷനൊന്നും എന്തില്ല, ഈ കാലഘട്ടത്തിൽ ഇല്ല. മറിച്ച് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നമ്മളെ ലേബേഴ്സ്, നമ്മളെ എന്ത് ചെയ്യുന്നു, അധ്വാനം ഇങ്ങനെ നമ്മളെന്ത് ചെയ്യൂ, നമുക്ക് തുച്ഛമായിട്ടുള്ള വേതനം തന്നിട്ട് ഇങ്ങനെ അവരെടുത്തുകൊണ്ടിരിക്കും. സോ ലീഡ് ടു ഇൻഇക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഒരു ഇൻഇക്വാലിറ്റിയിലോട്ടും ഒരു കോൺഫ്ലിക്റ്റിലേക്കും എന്ത് ചെയ്യും, എത്തിക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അസമത്വം, ഇങ്ങനെ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ത് ചെയ്യും, അവ ഇല്ലാത്തവരെന്ത് ചെയ്യും, എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും. അത് ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കി എപ്പോഴും ആ കോൺഫ്ലിക്റ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം പല രാജാക്കന്മാരായാലും പല രാജ്യങ്ങളായാലും ഒക്കെ എന്ത് ചെയ്യും, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവർക്ക് കൺട്രോൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ട് ഇവരെന്ത് ചെയ്യും, ആ രാജ്യത്ത് ചിലപ്പം ഭരണാധികാരികളെ അവരെ ആക്രമിക്കും. ഇപ്പം റീസെൻ്റ്ലി നമുക്ക് കാണാൻ ബംഗ്ലാദേശിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ അവിടുത്തെ ജനങ്ങളെ ഒരു എന്താ പറയുക, ഒരു പ്രകടനം അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ അതെന്ത് ചെയ്തു, അവിടുത്തെ എൻ്റെ ഗവൺമെൻറ്റിനെ തന്നെ മാറ്റി എന്നുള്ളതാണ്. വളരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒന്നാണ് എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അപ്പോൾ അതേപോലെ കാര്യങ്ങൾ, ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യും, അവരെ റൂൾ ചെയ്യുന്നവരെന്ത് ചെയ്യും, മാറ്റും. അതേപോലെ ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ മാറ്റും എന്നുള്ളതാണ് ഇവിടെയുള്ള വിഷയം. അടുത്ത സ്റ്റേജ് ഇദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതായത് ഇത് മാർക്സ് ഇപ്പം നിലനിൽക്കുന്ന സ്റ്റേജാണിത്. ഇത് എക്സ്പെക്റ്റഡ് ആണ്, അതായത് എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, പോകുന്നതാണ്, ഇനി വരാൻ പോകുന്ന ഒന്നാണ്. അതായത് നോക്കാം നമുക്ക് എങ്ങനെയാണ് സോഷ്യലിസം. ഇപ്പം മാർക്സ് ഒരു സോഷ്യലിസ്റ്റ് തിങ്കറാണ് കേട്ടോ. മുമ്പ് പറഞ്ഞോന്നറിയില്ല, മാർക്സ് ഒരു സോഷ്യലിസ്റ്റ് തിങ്കറാണ്, ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. സോ വർക്കേഴ്സ് ടേക്ക് കൺട്രോൾ. അപ്പോൾ എന്ത് ചെയ്യും, വർക്കേഴ്സ് എന്ത് ചെയ്യും, ഈ കൺട്രോൾ ഏറ്റെടുക്കും. നേരത്തെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ കമ്പനികളൊക്കെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത് മാറി നമ്മളെ വർക്കേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യാം, ഇതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ചില ടൈൽ ഫാക്ടറീസ്, നമ്മൾ ഓട് നിർമ്മാണ കമ്പനികൾ, ചില ബാങ്കുകൾ, ഇതൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതായത് അതിൻ്റെ ഷെയർസ് ആരെ കയ്യിലായിരിക്കും. ഇപ്പം നമ്മുടെ കോഴിക്കോട് തന്നെ ചില സ്ഥാപനങ്ങൾ,
ഫെറോക്ക് കോപ്പറേറ്റീവ് ടൈൽ ഫാക്ടറി ഉണ്ട്. അതായത് അവിടുത്തെ വർക്കേഴ്സ് തന്നെയാണ് ആ ടൈൽ ഫാക്ടറിയിൽ എന്താ പറയുക, ആ ടൈൽ ഫാക്ടറിയിൽ എന്ത് ചെയ്ത്, ടൈൽ ഫാക്ടറിയാണ് എന്ന് വിചാരിക്കാം. അപ്പം ഈ ടൈൽ ഫാക്ടറിയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സ് തന്നെയാണ്. എന്നുവെച്ചാൽ ആ കമ്പനിയിൽ ഒരു 1000 പേരുണ്ടെങ്കിൽ ആ 1000 പേരും എന്താണ്, അതിൻ്റെ ഓണർമാരാണ്. ഇവർക്ക് എല്ലാവർക്കും ഇതിൽ ഷെയർ ഉണ്ടാവും. അതായത് ഒരു 30 ലക്ഷം 40 ലക്ഷമൊക്കെ എന്ത് ചെയ്യും, ഇവരുടേതായ ഒരു ഷെയർ അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇത് കൺട്രോൾ ചെയ്യാനൊരു മെയിനായിട്ടൊരു ആൾ ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു MD എന്നുള്ള പൊസിഷനൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ വർക്കേഴ്സ് സ്വന്തമാണെന്ന് വെച്ചിട്ട് എല്ലാവരും പല രീതിയിലും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ കാര്യം നടക്കില്ല. പക്ഷേ ഇതിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? നമ്മൾ ഇന്ന് ഷെയറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വലിയ വലിയ കമ്പനിയുടെ ഷെയറുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് വെച്ചാൽ നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ടാണ് എന്നല്ല. അതേപോലെ ഇങ്ങനത്തെ സിസ്റ്റങ്ങളുണ്ട്. അതായത് വർക്കേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഓരോ കമ്പനികളും കൺട്രോൾ ചെയ്യുക. എല്ലാ മേഖലകളിലും വർക്കേഴ്സാണ് കൺട്രോൾ ചെയ്യുക. അവർക്ക് അതിൽ ഓണർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഓണർഷിപ്പിൻ്റെ പുറത്ത് അവർ തന്നെ ആവേശത്തിൽ വർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് തന്നെ, ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റ് ഇവർക്ക് തന്നെ എന്ത് ചെയ്യും, സ്വയം കിട്ടും. വേജും കിട്ടും പ്ലസ് പ്രോഫിറ്റും കിട്ടും. അപ്പം ഇതിനൊക്കെ സമാനമായിട്ടുള്ള ഒരു രൂപമാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. വർക്കേഴ്സ് ടേക്ക് കൺട്രോൾ. ഈ പറയുന്ന ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലെ ഇൻഇക്വാലിറ്റി ഒക്കെ കണ്ട് അതിൻ്റെ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിന് ശേഷം വരുന്ന സോഷ്യലിസ്റ്റ് ക്ലാസ്സിൽ എന്ത് സംഭവിക്കും, വർക്കേഴ്സ് ആയിരിക്കും ഫുൾ കൺട്രോൾ ഉണ്ടാവുക. റിസോഴ്സസ് ആൻഡ് ഫാക്ടറീസ് ആർ ഓൺഡ് ബൈ ദ പീപ്പിൾ ഓർ ദ സ്റ്റേറ്റ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റേറ്റ്, അതായത് ഇപ്പം റെയിൽവേ സിസ്റ്റം ആരാണ്, ഗവൺമെൻറ് കൺട്രോൾഡ് അല്ലേ. അപ്പം ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നു. ഗവൺമെൻറ് കുറച്ച് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നു, എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള അപ്പം നമ്മൾ മാവേലി സ്റ്റോറുകൾ എന്ത് ചെയ്യും, ചില എല്ലാ പ്രൊഡക്റ്റിനും വില കുറഞ്ഞു കൊടുക്കണം. അതിന് ഗവൺമെൻറ് കൺട്രോൾ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ ഇതാണ്. എയിം ടു റെഡ്യൂസ് ദ ഇൻഇക്വാലിറ്റി ആൻഡ് പ്രൊവൈഡ് ഫോർ എവരി വൺ. അപ്പം ഇതെന്ത് ചെയ്യുന്നു, ഇൻഇക്വാലിറ്റി കുറയ്ക്കുന്നു. അതേസമയം എല്ലാവർക്കും ഒരേപോലെ ആക്സസ് കിട്ടുന്നു. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് നമ്മളെ ഇന്ത്യയിലൊക്കെ കാണാം. ഈ കാണുന്ന സോഷ്യലിസ്റ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആണെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലും കാണാം. നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും സോഷ്യലിസ്റ്റ് ഫീച്ചേഴ്സ് മുന്നോട്ട് വെക്കുന്നതാണ്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും രണ്ടും എന്താണ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ് മുന്നോട്ട് വെക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതും നമുക്ക് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾ ഈ പറയുന്ന പോളിസികളിൽ, ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളായിട്ടുള്ള നമ്മളെ സിസ്റ്റത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലും ഇന്ത്യയിലായിട്ടും അങ്ങിങ്ങായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു സ്റ്റേജാണ് അദ്ദേഹം പറഞ്ഞത് സോഷ്യലിസം. ഓക്കെ അല്ലേ, ക്യാപിറ്റലിസം ഇല്ലാതാക്കിയിട്ട് സോഷ്യലിസം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ കമ്മ്യൂണിസം വരുന്നു. ദെൻ ഫൈനൽ സ്റ്റേജാണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. ഇതും കഴിഞ്ഞിട്ട്, സോഷ്യലിസം കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് സോഷ്യലിസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന സ്റ്റേജ്? ക്ലാസ്ലെസ് സൊസൈറ്റി. എന്താണ് ക്ലാസ്ലെസ് സൊസൈറ്റി പറഞ്ഞാൽ? ഒരു ക്ലാസ്, വർക്കിംഗ് ക്ലാസ് ഒന്നുമില്ല, അതുപോലെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഒന്നുമില്ല, ഒരു രീതിയിലുള്ള ക്ലാസ്സും ഇല്ല. ഇന്ന ജോലി ചെയ്യുന്നവൻ, ആ ജോലി ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഉന്നത കുലജാതൻ, കീഴ് കുലജാതൻ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഇല്ല. എല്ലാവരും ഈക്വലാണ് കേട്ടോ. എല്ലാവരും ഈക്വലായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ ആണോ? അതിനെയാണ് നമ്മൾ ക്ലാസ്ലെസ് സൊസൈറ്റി. അപ്പോൾ സോഷ്യലിസം അങ്ങനെ നിരന്തരം സോഷ്യലിസം ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി അച്ചീവ് ചെയ്യും. അവിടെ യാതൊരു തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും ഇല്ല. എല്ലാവർക്കും ഒരേപോലെ വർക്ക് കിട്ടും, ജോലി കിട്ടും, അവർക്ക് ശമ്പളം കിട്ടും, അവർക്കുള്ള റിസോഴ്സസിൽ കിട്ടും. അങ്ങനെയുള്ള അവിടെ പ്രോപ്പർട്ടി റൈറ്റും ഉണ്ടാവില്ല. പ്രോപ്പർട്ടി റൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ തുടക്കത്തിൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത്. ആ സിറ്റുവേഷനിലേക്ക് വീണ്ടും വരും. ആർക്കും പ്രോപ്പർട്ടി റൈറ്റ് ഇല്ല, എല്ലാ പ്രോപ്പർട്ടിയും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. എവരി വൺ വർക്ക് ആൻഡ് ഷെയർ ഈക്വലി. എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യും, എല്ലാവരും ഒരേ ഈക്വൽ ഷെയർസ് ഉണ്ടാവും. നോ ഗവൺമെൻറ് ഓർ ഓപ്പറേഷൻസ്. അപ്പോൾ അവിടെ എന്തില്ല, അങ്ങനെ ഒരു നല്ലൊരു സിറ്റുവേഷൻ ആകുമ്പോൾ അവിടെ ഓപ്പറേഷൻസ് ഇല്ല, ഈ എക്സ്പ്ലോയിറ്റേഷൻസ് ഇല്ല, ബുദ്ധിമുട്ടുകളില്ല. എല്ലാവരും ഹാപ്പിയായി നിൽക്കുമ്പം അവിടെ നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അതായത് ഗവൺമെൻറ് ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നാൽ മതി, ഗവൺമെൻറ്റിൻ്റെ അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് എത്തും.
അദ്ദേഹം ഹൈപ്പോത്തറ്റിക്കലി പറയുകയാണ് അങ്ങനെ എത്തുമെന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരു തിയറി ഉണ്ടാക്കുകയാണ്. സോ അപ്പോൾ ഇത് അത്ര ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഇതായിട്ടാണ് എക്കണോമിയിലും നമ്മളെ അല്ലാതെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലൊക്കെ പരിഗണിക്കുന്നത് ഇതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല എന്നാണ്. പക്ഷെ മാർക്സ് ബിലീവ് ചെയ്ത് ഇങ്ങനെയായിരുന്നു. മാർക്സ് തന്നെ ഇതിന് പല ഇൻ്റർപ്രിട്ടേഷനും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം വന്ന പലരും ഇതിന് പല ഇൻ്റർപ്രിട്ടേഷനും നടത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന 6 സ്റ്റേജുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക 6 സ്റ്റേജ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 സ്റ്റേജ് ഒന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക. ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസമാണ്. പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നോ ക്ലാസ് നോ കോൺഫ്ലിക്റ്റ് എന്നുള്ള സിറ്റുവേഷനാണ്. ആദ്യത്തെ നോ പ്രോപ്പർട്ടി, അങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ല. പിന്നെ വരുന്നത് സ്ലേവറി ക്ലാസ്സാണ്. സ്ലേവറി സ്റ്റേജാണ്. സ്ലേവറി ഓണർ ഉണ്ടാവും, സ്ലേവ്സും ഉണ്ടാവും. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സ് ഉണ്ടാവും, സെർഫ്സ് ഉണ്ടാവും. അതുപോലെ എന്താണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ബൂർജാസി അഥവാ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. പ്രോളിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ. ഈ പ്രോളിറ്റേറിയൻ എന്ന് കാണുമ്പോഴൊന്നും പേടിക്കണ്ട, വർക്കിംഗ് ക്ലാസ് ആണിത്. ഈ മാർക്സ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എപ്പോഴും പ്രോളിറ്റേറിയൻ അല്ലെങ്കിൽ പ്രോളിറ്റേറിയൻ എന്താണ് റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് മീൻ ചെയ്യുന്നത്? വർക്കിംഗ് ക്ലാസ്സിനാണ്, അതായത് സാധാ ജനങ്ങൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന വിഭാഗക്കാരാണ്. ദെൻ സോഷ്യലിസത്തിൽ എന്താണ് സ്റ്റേറ്റ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്, വർക്കേഴ്സും ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഇതന്നെ വീണ്ടും ഇവിടേക്ക് എത്തുന്നു. പ്രിമിറ്റീവ് കമ്മ്യൂണിസം വീണ്ടും ഇവിടേക്ക് എത്തുന്നു. നോ ക്ലാസ് നോ കോൺഫ്ലിക്റ്റ് നോ സ്റ്റേറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 6 സ്റ്റേജസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ സൊസൈറ്റി ഇങ്ങനെ മുന്നോട്ട് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇനി ഇതുവരെയാണ് ഈ സ്റ്റേജായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന സ്റ്റേജ്. ഇതിന് അടുത്തുള്ള 2 സ്റ്റേജുകൾ പിന്നീട് വരുമെന്നാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതിൽ സോഷ്യലിസമൊക്കെ നമുക്കൊരു പരിധി വരെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം ഒരിക്കലും അങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒന്നാണെന്ന് നമ്മൾ ബിലീവ് ചെയ്യുന്നു. അടുത്ത അപ്പോൾ ആ തിയറി ഓക്കെ ആണോടാ? തിയറി ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾക്ക് എക്സാമിലേക്ക് കിട്ടാവുന്ന ആ ടേബിളോ അല്ലെങ്കിൽ ആ ഒരു സമ്മറിയൊക്കെ നിങ്ങൾ കയ്യിലേക്ക് എത്തുക. ആ 5-6 സ്റ്റേജസ് കയ്യിലെത്തിക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ മൈൻഡിലേക്ക് എത്തിക്കുക. ഓക്കെ, അടുത്താണ് ക്ലാസ് സ്ട്രഗിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്ലാസ് സ്ട്രഗിൾ. ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് സ്ട്രഗിൾ എന്നുള്ള ടേം എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ അന്ന് നിലനിന്നിരുന്ന സൊസൈറ്റിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്താ കോൺഫ്ലിക്റ്റ്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന്, മുതലാളികൾക്ക് എന്ത് വേണം? നന്നായിട്ട് പ്രോഫിറ്റ് വേണം. നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് വേണം. അതേസമയം വർക്കിംഗ് ക്ലാസ്സിന്, പ്രോളിറ്റേറിയൻ വിഭാഗക്കാരന്, വർക്കിംഗ് ക്ലാസ്സിന് എന്ത് വേണം? അവർക്ക് നന്നായിട്ട് വേജും വേണം. വേജും വർക്കിംഗ് കണ്ടീഷനും ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. അപ്പോൾ ഇവർ 2 പേരുടെയും ആവശ്യങ്ങൾ ഓപ്പോസിറ്റാണ് അല്ലേ? നമുക്ക് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? ഒരാൾക്ക് നന്നായിട്ട് പ്രോഫിറ്റ് വേണം. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത തിയറിയിലൊക്കെ ഡേവിഡ് റിക്കാർഡോ ആണെങ്കിലും ആരായാലും പറഞ്ഞിട്ടുണ്ടെന്ന് വേജ് കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് കുറയും. അഥവാ വേജ് കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ആവശ്യം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആവശ്യമാണ്. നോക്കുക, മാർക്സ് സെഡ് ദാറ്റ് സൊസൈറ്റി ഈസ് മെയിൻലി ഡിവൈഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പാണ്. ദെൻ എന്താ നോക്കൂ, ദ റിച്ച് പീപ്പിൾ ഹൂ ഓൺ ഫാക്ടറീസ്, ലാൻഡ് ആൻഡ് മെഷീൻസ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഈ പറയുന്ന മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള എല്ലാ ലാൻഡും മറ്റ് ഫാക്ടറീസും എല്ലാം, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടും? നമ്മൾ ക്യാപിറ്റലിസത്തിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. ദെൻ വർക്കേഴ്സാണ് അടുത്ത വിഭാഗം. ആദ്യം ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണ്, അടുത്ത വർക്കേഴ്സാണ്. ദ പുവർ പീപ്പിൾ ഹൂ വർക്ക് ഫോർ ദ ക്യാപിറ്റലിസ്റ്റ് ആർ ഏൺഡ് വേജസ്. അപ്പോൾ ഈ പുവർ ക്ലാസ്, വർക്കിംഗ് ക്ലാസ് എന്ത് ചെയ്യും? ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരെന്ത് ചെയ്യും? വേജും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് എന്താണ്? ദിസ് 2 ഗ്രൂപ്പ് ഹാവ് ദ ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ്. ഇവർക്ക് 2 പേർക്കുള്ള ഇൻട്രസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് വാണ്ട് മോർ പ്രോഫിറ്റ് ബട്ട് വർക്കിംഗ് ക്ലാസ് വാണ്ട് പേ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ, ബെറ്റർ പേ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നോക്കടാ, ഇവർക്ക് മോർ പ്രോഫിറ്റ് വേണം. ആർക്ക്? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് മോർ പ്രോഫിറ്റ് വേണം. വർക്കിംഗ് ക്ലാസ്സിന് അല്ലെങ്കിൽ പ്രോളിറ്റേറിയൻ ക്ലാസ്സിന് എന്ത് ചെയ്യുന്നു? ബെറ്റർ പേ ആൻഡ് വർക്കിംഗ് കണ്ടീഷനാണ് വരുന്നത്. ആസ് ന്യൂ മെഷീൻസ് ആൻഡ് ടെക്നോളജി ആർ യൂസ്ഡ്, വർക്കേഴ്സ് ആർ ഓഫ്റ്റൻ എക്സ്പ്ലോയിറ്റഡ്. നമ്മൾ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്?
ഈ വർക്കിംഗ് ക്ലാസ് നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ക്ലാസ്സിനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ മാക്സിമം ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. മോഡേൺ ടൈംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെ കൊണ്ട് നന്നായിട്ട്. ഇപ്പം മോഡേൺ ടൈംസിലെ ഒരു പ്ലോട്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ സഹിക്കുക വയ്യാതെ അതിലിങ്ങനെ അതിലൂടെ ഭ്രാന്തായി മാറുന്ന ചാപ്ലിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതേ എനിക്ക് തോന്നുന്നു അങ്ങനെ ബുദ്ധിമുട്ട് കാരണം, അങ്ങനെ ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ കാരണം ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയിട്ട് ജയിലിൽ പോകുന്നുണ്ട്. കുറേ ആക്രമണങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറേ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എന്താ പറയുക, നമ്മളെ ജഗതി നമ്മളെ മാൻട്രാക്ക് മൂവിയിൽ സെല്ലിൽ കയറണമെന്ന് പറയുന്ന പോലെ നമ്മുടെ ചാപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കിട്ടാൻ വേണ്ടി, ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജയിലിൽ പോകുന്നുണ്ട്. അതേപോലെ ഒരു സിറ്റുവേഷൻ, അതായത് ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീമായി മാറുകയാണ്. അവർക്ക് വേജും കൂട്ടി നൽകുന്നില്ല, വർക്കിംഗ് കണ്ടീഷൻ മോശമാണ്, അവരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച് എന്ത് ചെയ്യണം, ബുദ്ധിമുട്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടുത്തെ. അപ്പോൾ നോക്കാം, മാർക്സ് ബിലീവ്ഡ് ദിസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ കോൾഡ് ക്ലാസ് സ്ട്രഗിൾ. അപ്പം ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസ് സ്ട്രഗിളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, രണ്ട് ക്ലാസ് തമ്മിലുള്ള സ്ട്രഗിളാണ്, പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. വുഡ് ലീഡ് ടു ബിഗ് റെവല്യൂഷൻ. അപ്പോൾ ഇത് ഈ പ്രോബ്ലം എന്ത് ചെയ്യുന്നു, ഒരു വലിയ റെവല്യൂഷനിലേക്ക് എത്തും. മാർക്സ് എന്തിന് ഒരു കോള് നടത്തിയിട്ടുണ്ട്, എന്തിന് ഒരു റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതായത് റെവല്യൂഷൻ വേണം, നമുക്കൊരു സൊസൈറ്റിയിൽ റെവല്യൂഷൻ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർക്ക് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അപ്പോൾ ഒരു റെവല്യൂഷൻ നടത്തണമെന്നൊക്കെ രീതിയിൽ അദ്ദേഹം കോൾ നടത്തിയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ദ വർക്കേഴ്സ് വുഡ് ടേക്ക് കൺട്രോൾ ദ ന്യൂ സിസ്റ്റം കോൾഡ് സോഷ്യലിസം. അപ്പം നോക്കടാ, ഈ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും ഇവർക്കിടയിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, ഇവർക്ക് തമ്മിലുള്ള ഒരു അടി, ഈ സ്ട്രഗിളിലൂടെ എന്ത് ചെയ്യണം, ഒരു റെവല്യൂഷൻ, അതായത് ഈ വർക്കിംഗ് ക്ലാസ് എന്ത് ചെയ്യണം, ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ ഇല്ലാതാക്കി ഒരു റെവല്യൂഷനിലൂടെ എന്ത് ചെയ്യണം, മുകളിലോട്ട് വരണം. അതായത് ഒരു ഗവൺമെൻറ് രൂപീകരിക്കണം, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ സോഷ്യലിസം വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യലിസം ഉണ്ടാവുന്നത്. സോ ദ സോഷ്യലിസം വുഡ് ബി ക്രിയേറ്റഡ് വെർ എവരി വൺ ഷെയർസ് റിസോഴ്സസ് ആൻഡ് വർക്കേഴ്സ് ആർ ട്രീറ്റഡ് ഫെയർലി. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, എന്താണ്, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു, എല്ലാ റിസോഴ്സസും ഒരേപോലെ എന്ത് ചെയ്യുന്നു, ഫെയർ ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. മാർക്സ് പറഞ്ഞ ഈ ഐഡിയാസ് തന്നെ പല രാഷ്ട്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാർക്സ് ഐഡിയാസാണ് പല സോഷ്യലിസ്റ്റ് കൺട്രിയിലും കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലൊക്കെ നമുക്ക് കാണാൻ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ, ഇതിൻ്റെ ഇനീഷ്യൽ ഫേസിലൊക്കെ ഓക്കെ ആയിരിക്കും, പറയുമ്പം സ്ട്രഗിൾ ഒന്നും ഇല്ല, നമ്മൾ തുടക്കത്തിൽ വർക്കേഴ്സിന് ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ പോകെ ഇതെന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യും, ഈ ഗവൺമെൻറ്റിനെ ക്യാപ്ചർ ചെയ്യുമെന്ന് വെച്ചാൽ ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ് തന്നെ എന്ത് ചെയ്യും, വർക്കിംഗ് ക്ലാസ്സിൽ തന്നെ ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഈ വർക്കിംഗ് ക്ലാസ് എന്ത് ചെയ്യും, ഒരു ഗവൺമെൻറ് ഫോം ചെയ്ത് മുകളിലോട്ട് വരുമ്പോൾ ഈ ഗവൺമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യും, പിന്നെ മുമ്പ് ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് ഫോം ചെയ്തത്, മുമ്പ് ഒരു എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ളൊരു വേറൊരു ക്ലാസ് അവിടെ ഉണ്ടാവും. അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ്, ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും വർക്കിംഗ് ക്ലാസ് പുതിയൊരു ഗവൺമെൻറ് ഫോം ചെയ്യുക. പിന്നെ ആരായിരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഈ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഗവൺമെൻറ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ ജനങ്ങളെ പിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം പല രീതിയിൽ ഓർത്തെടുക്കാം. അപ്പം എപ്പോഴായാലും ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യും, ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അത് പല രീതിയിലായിരിക്കും. പക്ഷെ അതിൽ നല്ലത് ഏത്, നമ്മൾ സ്റ്റീഫൻ പറഞ്ഞ പോലെ നന്മയും തിന്മയും തമ്മിലല്ല, വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലാണ് നമ്മളെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, അല്ലെ മത്സരം ഉണ്ടാവുന്നത്. അതേപോലെയാണ് എല്ലാ ഗവൺമെൻറ്റുകൾക്കും എന്തുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മോശം ഏത്, ഏറ്റവും കുറവ് മോശം ഏത് എന്നുള്ളതിനാണ് നമുക്ക് തർക്കമുള്ളൂ. നോക്കൂ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, അദ്ദേഹം പറയുന്ന അടുത്തൊരു കോൺസെപ്റ്റ്, അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടോ, സ്റ്റേജസ് നോക്കി, ഇതിനെന്ത് നോക്കി, സ്ട്രഗിൾ നോക്കി, ക്ലാസ് സ്ട്രഗിൾ നോക്കി, കോൺഫ്ലിക്റ്റ് നോക്കി. അപ്പം ആഡം സ്മിത്ത് എന്താണ് പറയുന്നത്, മാർക്സ് ടുക്ക് ദ ആഡം സ്മിത്ത് ഐഡിയ ദറ്റ് ലേബർ ക്രിയേറ്റ് വാല്യൂ ആൻഡ് എക്സ്പാൻഡ് ഉണ്ട്. അപ്പം ആഡം സ്മിത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് പറഞ്ഞത് പ്രകാരം ലേബേഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പ്രൊഡക്ഷൻ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ലേബേഴ്സാണ്.
അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണ്. അപ്പം നിങ്ങൾ ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഫാക്ടറിയാണ്, വീടൊന്നുമല്ല, ഒരു ഫാക്ടറിയാണ്. ഓക്കെ, ഈ ഫാക്ടറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നൊരു 100 രൂപയുടെ റോ മെറ്റീരിയൽ എത്തിച്ചു. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു റോ മെറ്റീരിയൽ നമ്മൾ 100 രൂപയുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽ എത്തിച്ചു. അങ്ങനെ ഇവിടെ വെച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നു. ഇവിടെയുള്ള ഒരു 100 ജനങ്ങളോ അല്ലെങ്കിൽ 100 വർക്കിംഗ് ക്ലാസ്സോ അല്ലെങ്കിൽ 10 പേരോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഈ ഫാക്ടറി ഉള്ളവർ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് എന്തായി, 1000 രൂപയുടെ സ്വാഭാവികമായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയാലും ചിലപ്പോൾ അത് 50% ഒക്കെ എന്തായിരിക്കും അതിൽ ലാഭമായിരിക്കും. ആ ഒരു പ്രൊഡക്റ്റിന് ആ ലാഭത്തിൻ്റെ പുറമെ അതിൻ്റെ താഴെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ലാഭം ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ വാല്യൂ എത്രയാണ്, 100 രൂപയാണെങ്കിൽ പ്ലസ് എന്ത് ചെയ്യും, അവർക്കൊരു എന്ത് ചെയ്തു, നമ്മൾ വർക്ക് ചെയ്തതിന് എന്ത് ചെയ്യുന്നു, ഒരു 400 രൂപ കൊടുക്കുന്നു. ഓക്കെ, ഇതന്നെ എത്ര ബാക്കിയുണ്ട്, ഒരു 500 ബാക്കിയുണ്ടാവും. ആ 500 എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം ഈ 500 രൂപ ആഡ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വലിയ എമൗണ്ട് ആഡ് ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന വർക്കേഴ്സാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ വാല്യൂ ആഡ് ചെയ്യുന്നതിനുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഈ പിക്ചർ പിന്നെ ആവശ്യം വരും, അടക്കട്ടെ. സോ അപ്പോൾ അങ്ങനെയാണ് ഇൻ ക്യാപിറ്റലിസം വർക്കേഴ്സ് ക്രിയേറ്റ്സ് ഗുഡ്സ് ബട്ട് ദേ ഡോണ്ട് ഗെറ്റ് ദ പെയ്ഡ് ഫോർ ഫുൾ വാല്യൂ ഓൺ വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ്. അപ്പം എന്ത് ചെയ്യുന്നില്ല, ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് മാർക്സ് പറയുന്നത് എങ്ങനെയാണ്, അത് വർക്കേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയുടെ റോ മെറ്റീരിയൽ ഒരു ഫൈനൽ ഗുഡ്സ് ആകുമ്പോൾ 1000 രൂപയായി മാറുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്, ഒരു 900 രൂപ. 900 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ആ 900 രൂപ എങ്ങനെയാണ് കൂടി വരുന്നത്, ഈ വർക്കേഴ്സാണ്. അപ്പോൾ വർക്കേഴ്സിന് നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവർ ഫെയർ ആയിട്ട് നടത്തണം എന്നുള്ളതാണ്. എക്സാമ്പിൾ, ഇഫ് എ വർക്കർ പ്രൊഡ്യൂസ്ഡ് 1000 rupees worth of goods in a day, but is paid only 400. Extra 600, which Marx calls surplus value, is kept by the capitalist owner as a profit. നേരത്തെ പറഞ്ഞത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്താണ്, സെയിം കോൺസെപ്റ്റാണ്, നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ്, 1000 രൂപയുടെ ഒരു പ്രൊഡക്ഷൻ നടത്തി, അതിൻ്റെ ഇതൊന്നും പറയുന്നില്ല, റോ മെറ്റീരിയലിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല. അതൊന്നും എന്ത് ചെയ്തു, 1000 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തിയ 400 രൂപ എന്ത് ചെയ്തു, നമ്മൾ വർക്കേഴ്സിന് കൊടുത്തു. ഓക്കെ, ബാക്കി വരുന്ന എന്താണ് 600 രൂപ ആരെടുക്കും, ഒരു സർപ്ലസ് വാല്യൂ ആണ്, അത് ആരെടുക്കും, നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എടുക്കും. അപ്പം മാർക്സ് പറയുന്നത്, അപ്പം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒന്നതാണ്, ഇത് എടുക്കാനുള്ള കാരണം ഇദ്ദേഹം എന്ത് ചെയ്യുന്ന റിസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം റിസ്ക് എടുക്കുന്നതുകൊണ്ടാണ് 600 രൂപ അയാളെ എടുക്കുന്നത്. മാർക്സ് പറയുന്നത് എന്താണ്, അത് എടുക്കണ്ട എന്നുള്ള രീതിയല്ല, എന്ത് പറയണം, ഒരു ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. ഈ സർപ്ലസ് വാല്യൂ എന്ന് ഉദ്ദേശിച്ചത് ഈ എക്സ്ട്രാ വരുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, ആ വാല്യൂ ആഡ് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിന് ഫെയർ ആയിട്ട് എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രോഫിറ്റിലെ ഒരു ഷെയർ ആർക്ക് കൊടുക്കണം, വർക്കിംഗ് ക്ലാസ്സിന് നൽകണം എന്നുള്ള രീതിയിലാണ്. നമുക്ക് നോക്കാം. മാർക്സ് സെഡ് ദാറ്റ് is unfair because workers do all the works. വർക്കേഴ്സ് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർക്ക് അൺഫെയർ ആയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ദെൻ ക്യാപിറ്റലിസ്റ്റ് ടേക്ക് ദ എക്സ്ട്രാ വാല്യൂ വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിങ് ദ ലേബർ. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ത് ചെയ്യില്ല, ടേക്സ് ദ എക്സ്ട്രാ വാല്യൂ. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എക്സ്ട്രാ വാല്യൂ എടുക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നത്, അത്ര വലിയ കോൺട്രിബ്യൂഷനും നടത്താതെ, പക്ഷേ അവർ റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഇതിൽ നിന്ന് എടുക്കുന്നതിൻ്റെ മെയിൻ അവരെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സർപ്ലസ് വാല്യൂ സിക്വൽ ടു പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ സർപ്ലസ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ദിസ് മോർ സർപ്ലസ് വാല്യൂ ക്യാപിറ്റലിസ്റ്റ് ഗെറ്റ്, ദ മോർ ദേ can invest in their business, which lead to the economic growth, but the workers still remain underpaid. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ
കൂടുതൽ സർപ്ലസ് കിട്ടിയാൽ, കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ അത് ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് നെയ്യും അത് എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും. പക്ഷേ ആഡം സ്മിത്ത് ആയാലും ഡേവിഡ് റിക്കാർഡോ പറഞ്ഞ പോലും ഈ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെന്നനുസരിച്ച് എന്തുണ്ടാവുന്നില്ല, ഈ വർക്കിംഗ് ക്ലാസ്സിന് യാതൊരു തരത്തിലുള്ള ബെറ്റർമെൻറ്റും ഉണ്ടാവുന്നില്ല. വർക്കിംഗ് ക്ലാസ് എന്താവുന്നത്, അണ്ടർ പെയ്ഡ് ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ കോൺസെപ്റ്റ് ഓഫ് റിസർവ് ആർമി എന്നുള്ള കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് ഓഫ് റിസർവ് ആർമി. നിങ്ങൾ കൂടുതൽ ലെങ്ത് ആവുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് കാണാം. ഇപ്പോൾ റിസർവ് ആർമി എന്താണ് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് വാണ്ട് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് എന്ത് ചെയ്യണം? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇവർ നല്ല ബെറ്റർ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് നീഡഡ്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻസ് വരുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പം കുറേ പേർക്ക് ജോലികളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ദിസ് ക്രിയേറ്റ് എ റിസർവ് ആർമി ഫോർ ലേബേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് അൺഎംപ്ലോയിഡ് ഓർ അണ്ടർ എംപ്ലോയിഡ് വർക്കേഴ്സ്. അതായത് ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത് സിമ്പിളാണ് കേട്ടോ, ഇത്രേ ഉള്ളൂ. നമ്മൾ മെഷീൻസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ വർക്ക് ചെയ്യുന്ന ഒരു ശതമാനം ആൾക്കാരെന്ത് ചെയ്യും? അൺഎംപ്ലോയിഡ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കും, ഒരു റിസർവ് ആർമി ആയിട്ട്. അതായത് ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിൽ കുറച്ച് പേരിരിക്കും, അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല, റിസർവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുക, അല്ലാത്ത ഒഴിവാക്കും. അപ്പോൾ നമ്മൾ പല ഫാക്ടറീസിലും നിങ്ങളുണ്ടാവും ഷട്ട് ഡൗൺ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡെയിലി വർക്ക് എന്നുള്ള രീതിയിലൊക്കെ അവരെന്ത് ചെയ്യും? വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ വർക്ക് കഴിഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് എടുത്ത് അവരെ വിടും, അവർ പിന്നെയും വെറുതെ നടക്കണം, ആ രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു റിസർവ് ആർമി എന്ന നിലയിൽ, റിസർവ് ആർമി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ജോലി ഇല്ലാതെ അണ്ടർ പെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗക്കാർ. കാരണം എന്താണ്? ഇവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് യൂസ് ചെയ്യുന്നു? ടെക്നോളജിയും നല്ല പ്രൊഡക്ടിവിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പേർക്ക് ജോലി നഷ്ടപ്പെടും. ആ ജോലി നഷ്ടപ്പെടുന്ന ഒരു അണ്ടർ എംപ്ലോയിഡോ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. സോ ഇതിൻ്റെ എന്താണ്? വൈ ദിസ് ഹെൽപ്സ് ക്യാപിറ്റലിസം? എങ്ങനെയാണ് ഇതിന് ക്യാപിറ്റലിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മോർ വർക്കേഴ്സ് ലുക്കിംഗ് ഫോർ ജോബ്സ് മീൻസ് ദ കോമ്പറ്റീഷൻ ഇൻക്രീസസ്. കൂടുതൽ ആളുകൾ ജോലി നോക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. വേജ് സ്റ്റേ ലോ ബിക്കോസ് ഓഫ് വർക്കേഴ്സ് ആർ ഈസിലി റീപ്ലേസ്ഡ്. അപ്പോൾ വേജ് എന്ത് ചെയ്യും? എപ്പോഴും ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വർക്കേഴ്സ് എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് ഈസിലി റീപ്ലേസ് ചെയ്യാം. കാരണം എന്താണ്? കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ പോയാൽ നീ പോയിക്കോ, നമുക്ക് അടുത്ത ആളുണ്ട് ഇവിടെ, അടുത്ത ആൾ റെഡിയാണ്. അപ്പോൾ അപ്പം എന്ത് ചെയ്യും? വേജ് ലോയുമാണ്. അതേപോലെ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കും. ലോ വേജ് മീൻസ് ഈക്വൽ ടു മോർ സർപ്ലസ് വാല്യൂ, മോർ പ്രോഫിറ്റ്. അപ്പോൾ എന്താ വേജ് ലോ ആക്കുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റ് കൂടി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റാണ്. വേജ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും. ഓക്കെ ദിസ് സൈക്കിൾ ഹെൽപ്സ് ക്യാപിറ്റലിസ്റ്റ് ഗ്രോ റിച്ചർ, പെട്ടെന്ന് വളരാൻ സാധിക്കും. കീപ് കോസ്റ്റ് ലോ, കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. എക്സ്പാൻഡ് ദർ ബിസിനസ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ബട്ട് ദ വർക്കേഴ്സിൻ്റെ അവസ്ഥയോ ഗെറ്റ് ലോ വേജസ്, ഫേസ് ജോബ് ഇൻസെക്യൂരിറ്റി. ഓക്കെ, വേജ് കുറയും, ജോബ് ഇൻസെക്യൂരിറ്റീസ് വരും. ഓക്കെ, അടുത്ത നോക്കാം എന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ക്യാപിറ്റലിസം. എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് നോക്കാം നമുക്ക്. എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്? According to Karl Marx, economic development is a capitalist depend on the surplus value. This extra value worker produce that capitalists keep as a profit. അപ്പം നമ്മുടെ മാർക്സ് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. സർപ്ലസ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രോഫിറ്റാണ് ഇങ്ങനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ടു ഇൻക്രീസ് സർപ്ലസ് വാല്യൂ ക്യാപിറ്റലിസ്റ്റ് ഹാവ് 3 ഓപ്ഷൻസ്. ഇൻക്രീസ് വർക്കിംഗ് ഹവേഴ്സ്, മേക്ക് വർക്കേഴ്സ് മോർ വർക്ക് ലോങ്ങർ. അതായത് ഈ സർപ്ലസ് ഇങ്ങനെ കൂട്ടാൻ അവർ ചിലപ്പോൾ നല്ല വേജൊക്കെ തരും, നല്ല ബെറ്റർ വേജ് ആയിരിക്കും. പക്ഷെ ആ വേജ് ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്യും? കുറേ നേരം വരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഷിഫ്റ്റ് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കും. ഫസ്റ്റ് ഒരു ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ്. മാർക്സ് പറഞ്ഞത് ഇങ്ങനെയാണ്, 8+8 എന്നുള്ളൊരു സ്ട്രക്ചറിലായിരിക്കണം നമ്മളെ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. 8 മണിക്കൂർ വർക്ക് ചെയ്യണം. 8 മണിക്കൂർ എന്ത് ചെയ്യണം? നിങ്ങൾ ലെഷർ ടൈംസ്, നിങ്ങൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നു. 8 മണിക്കൂർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഉറങ്ങുന്നു. അങ്ങനെയുള്ള 3 സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത് കൊടുക്കാതെ പകരം എന്ത് ചെയ്യുന്നു? 12 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതെന്ത് ചെയ്യും? ഒരു എക്സ്പ്ലോയിറ്റേഷനാണ്. ലോവർ വേജ് കുറയ്ക്കും.
പേ ലെസ് ഈവൻ ബിലോ ദ ബേസിക് ലിവിങ് നീഡ്സ്. ഒരു ബേസിക് നമ്മൾ സബ്സിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞ നേരത്തെ ലെവലിനേക്കാളൊക്കെ താഴെയായിട്ട് എന്ത് ചെയ്യും, വേജ് നൽകുമെന്നുള്ളതാണ്. യൂസ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഇംപ്രൂവ് മെഷീൻസ് പ്രോസസ് പ്രൊഡ്യൂസ് മോർ വിത്ത് ലെസ്. ഇപ്പം മെഷീൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത നോക്കാം. മാക്സ് ബിലീവ് ദ തേർഡ് ഓപ്ഷൻ യൂസിങ് ടെക്നോളജി ഈസ് ദ ബെസ്റ്റ് ആൻഡ് ഫോർ ലോങ് ഗ്രോത്ത് ആൻഡ് ബിക്കോസ് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, ഹെൽപ്പ് ക്രിയേറ്റ് മോർ സർപ്ലസ് വാല്യൂ വിത്തൗട്ട് ഓവർ വർക്കിംഗ്, അണ്ടർ പേയിങ് വർക്ക് ത്രൂ ദ എക്സ്പ്ലോയിറ്റേഷൻ സ്റ്റിൽ എക്സിസ്റ്റ്. ഇത് ഡിറൈവ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പം എന്ത് ചെയ്യണം, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂസ് ടെക്നോളജി എന്നുള്ള മെത്തേഡാണ്. എങ്ങനെയാണ് യൂസ് ടെക്നോളജി എന്ന് പറയുന്ന മെത്തേഡ് വരാൻ കാരണം? അദ്ദേഹം പറയുന്നതാണ്, അവിടെ എത്തുമ്പം നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഈ പ്രൊഡക്ടിവിറ്റിയും ലഭിക്കും, മോർ സർപ്ലസ് വാല്യൂയും കിട്ടും. എക്സ്പ്ലോയിറ്റേഷൻ അവിടെ എപ്പോഴും ഉണ്ടെങ്കിലും മറ്റേ കമ്പയറിനെ വെച്ച് നോക്കുമ്പോൾ, മറ്റുള്ള 2 ഓപ്ഷനെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ബെറ്റർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കും എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ നോക്കാം. നമുക്ക് നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. എക്കണോമിക് ഇൻ്റർപ്രിട്ടേഷൻ്റെ അല്ലെങ്കിൽ മാർക്സിൻ്റെ 6 സ്റ്റേജസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. കൺക്ലൂഷനിലേക്ക് എത്തി നമ്മൾ. മാർക്സ് സൈഡ് ദ ക്യാപിറ്റലിസം ഹാസ് ബിൽഡ് ഇൻ എ കോൺട്രഡിക്ഷൻ ദാറ്റ് വിൽ ഇവഞ്ച്വലി കോസ് ഇറ്റ്സ് കൊലാപ്സ്. അപ്പോൾ അതായത് മാർക്സ് പറയുന്നത് എന്താണ്, ഒരു കോൺട്രഡിക്ഷൻ ലാസ്റ്റ് ഒരു കൊലാപ്സിലേക്ക് എത്തും, ഒരു എൻഡിലേക്ക് എത്തും. He showed how capitalism exploits workers, keeps wage low, create unemployment and reserve army, lead to inequality and crisis. അപ്പോൾ ഇതൊക്കെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും വേജ് ലോ ആണ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ മോശമാണ്, കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് ആക്കി നിർത്തുന്നുണ്ട്, അവരുടെ വർക്കേഴ്സ് ആർമി ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. Even though the capitalism has survived, മാർക്സ് ഐഡിയ സ്റ്റിൽ വെരി റെലവൻറ്റ്. കണ്ടോ, ക്യാപിറ്റലിസം സർവൈവ്. അദ്ദേഹം പറഞ്ഞ സോഷ്യലിസം എന്ന് പറയുന്നത് പിന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയമൊന്നും വേൾഡ് ഓർഡറിൽ അത്ര പോപ്പുലറായിട്ടൊന്നും നിന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ടുള്ള ചൈന പോലും എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയാസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കീ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? ക്ലാസ് സ്ട്രഗിൾ ആൻഡ് സർപ്ലസ് വാല്യൂ, റിസർവ് ആർമി ഷോ ദ ഹൗ വർക്കേഴ്സ് ആർ എക്സ്പ്ലോയിറ്റഡ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഗ്രോത്ത് ഹെൽപ്പ് ദ എക്കണോമി ബട്ട് ഓൾസോ ക്രിയേറ്റ് ഇൻസ്റ്റെബിലിറ്റി. ഈ ടെക്നോളജിയും ക്യാപിറ്റൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വർക്കേഴ്സിനെ പലപ്പോഴും അൺഎംപ്ലോയിഡ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ദിസ് തിയറി ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് മോഡേൺ ഇഷ്യൂസ് ലൈക്ക് എക്കണോമിക് ഇൻഇക്വാലിറ്റി, ലേബർ റൈറ്റ്, റിച്ച് ആൻഡ് പുവർ ഗ്യാപ്സ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മാർക്സിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മാർക്സ് വളരെ കുറേ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ആയതുകൊണ്ട് നമുക്ക് കുറേ ലെങ്ത് ആയി പോയത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ കേട്ടിരിക്കുക, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക, സ്റ്റേജസ് ഓർത്ത് വെക്കുക, സർപ്ലസ് വാല്യൂ മനസ്സിലാക്കി വെക്കുക, ക്ലാസ് സ്ട്രഗിൾ മനസ്സിലാക്കി വെക്കുക, അദ്ദേഹം പറഞ്ഞ ടോട്ടൽ ഐഡിയ, ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നേരത്തെ പോലെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്തല്ല പറഞ്ഞത്. ആഡം സ്മിത്തിൻ്റെയും ഡേവിഡ് റിക്കാർഡെയൊക്കെ വെച്ച് നോക്കുമ്പം കാൾ മാർക്സ് എൻ്റെ ഓപ്പോസിറ്റാണ്, ഇവർക്കൊക്കെ ഓപ്പോസിറ്റാണ്. വർക്കിംഗ് ക്ലാസ്, സാധാരണ ജനങ്ങളെ, ജോലി ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ മാർക്സ് സംസാരിച്ചത്. അപ്പോൾ മാർക്സിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. മാർക്സിനെ പലപ്പോഴും നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പരിചയം ഉണ്ടാവും. അപ്പം ഇനി പരിചയപ്പെടുണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതൊക്കെയാണ് മാർക്സ് പറഞ്ഞ കാര്യങ്ങൾ. സോ ഹാപ്പി ലേണിംഗ്, ബൈ.